ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് റമദാൻ സ്പെഷ്യലായിട്ടുള്ള തരിക്കഞ്ഞിയാണ്. നോമ്പ് സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് തരിക്കഞ്ഞി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ഡിഷൊന്നും അല്ല, എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഓരോരുത്തർ ചെയ്യുമ്പോൾ അവരവരുടേതായ രീതിക്കാണല്ലോ ചെയ്യുക. അപ്പോൾ ഇത് ഞങ്ങളുടെ രീതിക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ആ ഒരു തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്താൽ മതി. നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. നെയ്യ് മണം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്താൽ മതി. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 അണ്ടിപ്പരിപ്പ് എടുത്ത് ചെറുതായിട്ട് ഞുറുക്കി ഇട്ടതാണ്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കോരി മാറ്റിയിട്ട് വെക്കാം. തരിക്കഞ്ഞിയിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ്. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റവ റോസ്റ്റ് ചെയ്യാതെയും തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. റോസ്റ്റ് ചെയ്യുന്നത് തരിക്കഞ്ഞിക്കൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ നമ്മൾ റോസ്റ്റഡ് റവയാണ് മേടിക്കുന്നതെങ്കിലും അതും ഈ നെയ്യിലോട്ടിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 3-3.5 ടേബിൾ സ്പൂണോളം വരും. അത് ഇതിലിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ബ്രൗൺ നിറം ആകുന്നവരെയൊന്നും ചൂടാക്കണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഇതിലോട്ട് തേങ്ങയുടെ 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് 2-ാം പാൽ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിലല്ല തരിക്കഞ്ഞി ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സമയത്ത് 2 കപ്പ് പാല് ചേർത്ത് കൊടുത്താൽ മതി. അതാണ് കറക്റ്റ് അളവ്. 2-2.25 കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നത്. തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് തരിക്കഞ്ഞിക്ക്. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല മധുരത്തിൽ തരിക്കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരണം. നമ്മൾ നല്ല ലൂസായിട്ടാണ് സാധാരണ തരിക്കഞ്ഞി കുടിക്കാറ്. അപ്പോൾ ഇതിപ്പോൾ നല്ല കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഇത് 1/4 കപ്പോളം 1-ാം പാലുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പശുവിൻ്റെ പാലാണ് എടുക്കുന്നതെങ്കിൽ 2-2.5 കപ്പോളം പാലെടുത്ത് ആദ്യമേ ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതി. തേങ്ങാപ്പാലാകുമ്പോൾ 1.5 കപ്പ് 2-ാം പാലും എടുത്ത് 1/2 കപ്പ് 1-ാം പാലും എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഏലക്ക ചതച്ചിട്ടാലും മതി. ഇനി ഇത് തിളയ്ക്കണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. തിളച്ച് പോകരുത് 1-ാം പാൽ ചേർത്തിട്ട്. അപ്പോൾ ഈ ഒരു ഫോമാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ തരിക്കഞ്ഞിക്ക് വേണ്ടത്. നമ്മൾ കുറച്ച് ലൂസായിട്ടിരിക്കണം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് താളിച്ചിട്ട് കൊടുക്കണം. താളിക്കാനായിട്ട് നമുക്ക് നെയ്യ് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യം നെയ്യ് ഉപയോഗിച്ചതുകൊണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയിലാണ് താളിച്ചിടുന്നത്. ഒരു 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട്, സാധാരണ ചെറിയ ഉള്ളി മാത്രമാണ് തരിക്കഞ്ഞിയിൽ മൂപ്പിച്ചിടാറ്. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിടുന്നുണ്ട്. ആ ഒരു വറ്റൽമുളകിൻ്റെ ചെറിയൊരു എരിവ് ഇറങ്ങുമ്പോൾ ആ മധുരവും ചെറിയൊരു എരിവും കൂടി ആകുമ്പോൾ തരിക്കഞ്ഞി ഭയങ്കര ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് മൂത്തിട്ട് നമുക്ക് തരിക്കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ജസ്റ്റ് റവ വെച്ചിട്ട് അതിലേക്ക് പാലൊഴിച്ച് തിളപ്പിച്ച് മധുരവും ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണ് കാര്യം. ഇനി ഇതും തരിക്കഞ്ഞിയിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കഴിയുമ്പോൾ പണി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുളക് ഇട്ടിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.